പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളി ഇറങ്ങി നിന്ന് ഒരു 4 മണിക്കൂർ വഴക്ക് കൂടിയാലും ഒന്നും സംഭവിക്കത്തില്ല. ഞാനൊരിക്കൽ പണ്ട് എൻ്റെ ആകാശവാണി ജീവിതത്തിൽ MD രാജേന്ദ്രൻ എന്നൊരു കവിയുണ്ട്, നിങ്ങൾക്കറിയാം. അദ്ദേഹം നമ്മളവിടെ റേഡിയോ സ്റ്റേഷനിലെ അനൗൺസറായിരുന്നു. അതേ ഞാനിവിടെ തൃശ്ശൂർ നഗരത്തിൽ പോയിട്ട് ഒരു വുഡ്ലാൻഡ്സ് ഒരു ഹോട്ടലിൽ പോയി മസാല ദോശയൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇന്നത്തെ അറിയപ്പെടുന്ന സംവിധായകനെ രഞ്ജിത്ത് അവിടെ ഒരു സ്ഥലത്ത് വിദ്യാർത്ഥിയാണ്, നാടകം പഠിക്കുക പുള്ളി. ആ രഞ്ജിത്തിൻ്റെ സാറിനെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കി പറഞ്ഞു. ജി ശങ്കരപ്പിള്ള സാർ എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ അത്തക്ക നാടകം കളിക്കുന്ന പുതിയ നാടകക്കാരൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. രഞ്ജിത്ത് അന്നും ധിക്കാരി ഇന്നും ധിക്കാരിയാണ്. രഞ്ജിത്ത് അങ്ങോട്ട് തുടങ്ങിയ ഒരറ്റത്തു നിന്ന് MD രാജേന്ദ്രൻ്റെ കവിതയൊക്കെ കീറി മുറിച്ച് താൻ എന്ത് കൂറ പാട്ടെഴുത്തുകാരനാണ്, തൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചെവി ഒത്താറുണ്ടെന്നൊക്കെ പോയി ഒരറ്റം നിന്നങ്ങ് തുടങ്ങി. അപ്പോൾ ഒരു 3/4 മണിക്കൂറായി, മിക്കവാറും തീരുന്ന പരിപാടിയില്ല. എനിക്കൊരു അത്യാവശ്യം ഒരു സ്ഥലം വിട്ട് പോകണം. ഞാൻ വണ്ടി കയറി പോയി. ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടി പോകുമ്പോഴും അവിടെ ഇങ്ങനെ നടക്കുക, അവിടെ തീർന്നിട്ടില്ല. പിന്നെ ഞാൻ രാജേന്ദ്രനോട് ചോദിച്ചു എപ്പോൾ തീർന്നായിരുന്നു ചോദിച്ചു. പിന്നെ 1.5 മണിക്കൂറാണ് പോയെന്ന് പറഞ്ഞു. എന്നിട്ടും അടിയുണ്ടായിട്ടില്ല. കാര്യം ആൾക്കാർ സംസാരിക്കുമ്പം അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 1.5 സെക്കൻഡ് പോലും എടുക്കത്തില്ല. നല്ല തുരുമ്പ് പിടിച്ച കത്തി പള്ളയ്ക്ക് കയറാൻ. അതുകൊണ്ട് നിങ്ങൾ വണ്ടിയിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഗ്ലാസ് എപ്പോഴും ഇട്ടേക്കണം. ആരെങ്കിലും കൊണ്ട് തട്ടിക്കഴിഞ്ഞാലോ അവർ വന്ന് തട്ടിയാലോ നമ്മുടെ വണ്ടിയല്ല തട്ടിയിരിക്കുന്നത്, വേറെ ആരുടെയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തൊഴുതേക്കണം, അങ്ങനെ രക്ഷപ്പെട്ടു പോവാം. ഓക്കെ. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.